ഇടുക്കി ഡേയ്സിൻ്റെ പുതിയൊരു ചാപ്റ്ററിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിന്ന് നമ്മുടെ വെൺമണി തോട്ടത്തിലാണ്. നമ്മളോടൊപ്പം സുധൻചേട്ടനുണ്ട്, അതുപോലെ കണ്ണനുണ്ട്. കണ്ണനെ കണ്ടിട്ട് ഒരുപാട് നാളുകളായി. അതെ. കണ്ണൻ ജോലി തിരക്കിലായതുകൊണ്ട് കണ്ണൻ ഇങ്ങ് വരാറ് പോലുമില്ലായിരുന്നു. അപ്പോൾ പ്രത്യേകിച്ച് ഇപ്പോൾ ഇലക്ഷൻ സമയമായാലും പ്രിൻറ്റിങ്ങിൻ്റെയൊക്കെ തിരക്കുണ്ടല്ലോ. അപ്പോൾ ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കുന്ന തീയൊക്കെ ഇങ്ങനെ കൂട്ടിയിട്ട് തീയൊക്കെ കത്തിച്ചിട്ടുണ്ടല്ലോ. അതെ 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 ഒരു സദ്യവട്ട പോലെയാണ്. അതെ, അതെ. ഇത് വലിയ ചെമ്പും ചെമ്പോലമുണ്ട്. അപ്പോൾ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ വൃക്ഷായുർവേദത്തിൽ പറയുന്ന ഗോമൂത്ര കീടനാശിനിയുടെ അത് നമ്മൾ അടുപ്പേ വെച്ച് അതിൻ്റെ അവസാന സ്റ്റേജിലെ പ്രിപ്പറേഷനാണ് നമ്മളുടെ. അപ്പോൾ ഇതാണ് ഗോമൂത്ര കീടനാശിനി നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്നത്. ഇത് സുധീരേട്ടനത് അഴിച്ചു തരും. ഇവിടെ വന്നപ്പോ ഞാൻ ആദ്യം കണ്ടത് ഈ ചെമ്പിൽ വെച്ചാണ്. അതെ 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 ചെമ്പോലത്തിലാണ് ഇത് ഉണ്ടാക്കാൻ നിവൃത്തിയുള്ളൂ. ഇതാ ഇങ്ങനെയാണ് ഇത് എടുത്തിരിക്കുമ്പോഴത്തേക്ക് ഉണ്ടാക്കുന്നത്. ഏകദേശം ഒരു 30 ലിറ്ററോളം ഗോമൂത്രം, നാടൻ പശുവിൻ്റെ ഗോമൂത്രം തന്നെ വേണം. അത് ഉണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് ഈ പച്ച നിലത്ത് കിടക്കുന്നത് ഈ അരിവേപ്പിലയാണ്. ഒരു 2 കിലോ മാത്രമേ ഉള്ളൂ. അരിവേപ്പില ഉണ്ട്. പിന്നെ ഒരു 1/2 കിലോ നമ്മുടെ വെളുത്തുള്ളി ചതച്ചതുകൊണ്ട്. ഒരു 14 ദിവസം ഇതിൻ്റെ അകത്ത് വെച്ചിരുന്നു. എല്ലാ ദിവസവും ഞങ്ങൾ ഇളക്കുമായിരുന്നു. ഇളക്കുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത്. ഇങ്ങനെ ഇത് വെക്കുന്നത്. ഇത് 14 ദിവസം കഴിഞ്ഞത് 15 ദിവസമാണ്. അപ്പോൾ ഇതിൻ്റെ അതെ എല്ലാം അല്ലല്ല എല്ലാം ഒന്നിച്ച് ഇത് 3 കൂട്ടം ഒന്നിച്ചിടുന്നു. ഇനി നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് ഈ തിളപ്പിക്കുന്നതിന് മുമ്പ് ഇത് നമ്മൾ പകുതിയായിട്ട് പറ്റിക്കുകയാണ് ആഡ് ഓൺ ചെയ്യുന്നത്. ഇതിനകത്ത് കാണാൻ നമുക്ക് മാലി മുളകും കാന്താരി മുളകും കൂടെ നന്നായിട്ട് അരച്ചെടുത്താണ്. അതെ അതെ അത് നമ്മൾ നേരിട്ട് കൈ കൊണ്ട് തുടരുത്. ഇതെന്തിനാന്ന് വെച്ചാൽ നമുക്ക് ഈ ത്രിപ്സ് പോലെയുള്ള ഇപ്പോൾ കൂടുതലുണ്ടല്ലോ, തോലേക്ക് അടിക്കുമ്പോഴത്തേക്ക് ആ ത്രിപ്സ് അങ്ങനെ ഐറ്റംസ് ഒക്കെ കംപ്ലീറ്റ് പോകാനായിട്ട്. ഇതൊരു നല്ല ചെമ്പോല എന്തിനു ഉപയോഗിച്ചെന്ന് വെച്ചാൽ നല്ലൊരു ഒരു ഫംഗസിന്റെ അത് പ്രവർത്തനം നന്നായിട്ട് നടക്കാനായിട്ടുണ്ട്. ഫംഗസുകൾക്കെതിരെയായിട്ട്. സാധാരണ നമ്മുടെ പല വേറെ പ്ലാസ്റ്റിക്കോ ഇല്ല അതൊന്നും സാരത്തില്ല. കാരണം ഇതിന്റെ ഈ കൂട്ടിന്റെ കോമ്പിനേഷൻ കാരണം ഈ ഗോമൂത്രം നല്ല സൾഫർ കണ്ടന്റ് ആണ്. വെളുത്തുള്ളി സൾഫർ കൂടുതലുണ്ട്. അപ്പോൾ ഇതെല്ലാം ആകുമ്പോഴത്തേക്കും ഈ പ്ലാസ്റ്റിക് ഒക്കെ മറ്റ് പ്രതിപ്രവർത്തിച്ചതിന്റെ കോമ്പൗണ്ടിൽ മാറ്റം ഉണ്ടാവും. അപ്പോൾ ഇത് ചെമ്പിനോടൊപ്പം ചേരുമ്പോഴത്തേക്ക് ഇത് നല്ല വീണ്ടും കീടനാശിനിയുടെ ആ ക്വാളിറ്റി അതിന്റെ ഗുണം അധികരിക്കും. അപ്പോൾ നമുക്കൊരു നല്ല ഫംഗിസൈഡ് ആയിട്ടും അതുപോലെ ഇൻസെക്ടിസൈഡ് ആയിട്ടും പെസ്റ്റിസൈഡ് ഒക്കെ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു കീടനാശിനിയാണ് ഈ ഗോമൂത്ര കീടനാശിനി. അപ്പോൾ അതിന്റെ പ്രിപ്പറേഷനാണ് നമ്മളിവിടെ കാണുന്നത്. കുറച്ച് വെള്ളം അതിൻ്റെ അകത്തേക്ക് കഴുകി ഒഴിക്കും. ഇത് നമുക്കിപ്പോൾ ഒരു 30 ലിറ്റർ ആണ്. ഇതൊരു ഏകദേശം ഒരു 20 ലിറ്റർ ആയിട്ട് നമ്മൾ പറ്റിച്ചെടുക്കുകയാണ്. 15 ലിറ്റർ വരെ ആക്കാൻ വേണമെങ്കിൽ. എന്നിട്ട് നമ്മൾ അതിന്റെ അടുത്ത് വെള്ളത്തിൽ ഡൈലൂട്ട് ചെയ്ത് അല്പം എടുത്ത് 15 മില്ലി എടുത്ത് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം ചെയ്യുമ്പോൾ 1 ലിറ്ററിന് 15 മില്ലി അതെ ആയിട്ട് കൊടുക്കാം. അപ്പോൾ ആദ്യം ഒന്ന് കൊടുത്താൽ ട്രിപ്സ് ഉണ്ടെങ്കിൽ 15 ദിവസത്തിന് ശേഷം വീണ്ടും ഒന്നുകൂടെ കൊടുക്കണം. പിന്നീട് നമ്മൾ മാസത്തിൽ ഒന്ന് കൊടുത്തേച്ചാൽ മതി. ആദ്യത്തെ തവണ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ 2 തവണയായിട്ട് റിപ്പീറ്റ് ചെയ്യും. ഒരു മാസം 2 തവണ. വേറൊരു കോമൺ ഡൗട്ട് ചോദിക്കട്ടെ, ഇത് ഡോസേജ് കൂടിപ്പോയാൽ കുറഞ്ഞ പോലെ എന്തെങ്കിലും ഇത് ഒരു കുറയണ്ട, ഒരുപാട് കൂടി പോവുകയും ചെയ്യരുത്. കൂടി പോയി ചിലപ്പം വള്ളി അങ്ങനെ ചെറിയ ഡെലിക്കേറ്റ് പൊള്ളലൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഒത്തിരി നമ്മൾ കൂട്ടിയെടുക്കേണ്ട. ഒരു 15 മില്ലി എന്നുള്ള 20 മില്ലി 25 മില്ലി വരെയൊക്കെ ആവാം. അതിൽ കൂടുതലേക്ക് നമുക്ക് കണ്ട ഒരു ആവശ്യം വരുന്നേ ഇല്ല. അപ്പൊ അങ്ങനെ നമുക്കൊരു ചെറിയ ഒരു വളപ്രയോഗത്തിന്റെ ഗുണം ചെയ്യുന്നുണ്ട്. കാരണം ഗോമൂത്രം ആയതാണ്, അതിനകത്ത് അല്പം ചാണകമൊക്കെ ഉണ്ടല്ലോ. പിന്നെ ഈ അരിവേപ്പിലയുടെ ഇത്രയും 2 കിലോളം അരിവേപ്പില ചെറുതായിട്ട് അരിച്ചിരോടെ വേണം ചെറുതായിട്ട് അരിയാമായിരുന്നു. പിന്നെ നമ്മളിതിൻ്റെ അകത്ത് വെളുത്തുള്ളിയാണ് 1/2 കിലോ എൻ്റെ തോലി പൊളിച്ചെടുത്തേക്കണേ. അപ്പോൾ ഇതിനെ ഇപ്പം നമ്മൾ മാലിമുളക് ഇതൊക്കെ കൂടെ മിക്സിക്കകത്ത് ജസ്റ്റ് ഒന്ന് ഓടിച്ച് വിട്ടെന്ന് അരച്ചെടുത്തതും കൂടെ ഇതിനകത്ത് ചേർത്തിട്ടുണ്ട്. ഇത് നമ്മൾ ഇങ്ങനെ തന്നെ വെച്ച് കഴിഞ്ഞാൽ ഇത് തിളച്ച് തൂങ്ങിപ്പോവും. അപ്പം നമ്മളിതിൻ്റെ ഒരു പകുതി നമ്മൾ ഈ ചെമ്പ് പാത്രത്തിലേക്ക് മാറ്റുകയാണ്. എന്നിട്ട് ഇത് തിളച്ച് കഴിയുമ്പോൾ ഇത് എടുത്തിട്ട് അങ്ങ് വെച്ചാൽ മതി. ഇത് എന്ത് ചെയ്യുമ്പോഴും ചെമ്പ് പാത്രം തന്നെ ഉപയോഗിക്കണം അല്ലേ? അതെ 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 തിളപ്പിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഒരിക്കലും ചെമ്പ് പാത്രത്തിൽ നമ്മൾ വെക്കരുത്. നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട കേസ് ഈ അവസ്ഥയെ നമ്മൾ ഇതിനകത്ത് കൈ നേരിട്ട് മുക്കുകയും ചെയ്യരുത്. നമ്മുടെ തൊലിയൊക്കെ ചുളുങ്ങിപ്പോകും. അതെ അത്രയും പവർഫുൾ ആണ്. കാരണം ഇതിന്റെ ഒരു കോമ്പിനേഷൻ അങ്ങനെയാണ്. പവർഫുൾ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, അപ്പൊ നമ്മൾ ഇത് എന്തൊക്കെ ആവശ്യങ്ങൾക്കാണ് ചെടിയിൽ ഉപയോഗിക്കുന്നത്? ചെടിയിൽ നമുക്ക് കീടങ്ങള് ഫംഗസുകള് അതുപോലെ ബാക്ടീരിയകള് ഇതിനൊക്കെതിരെയായിട്ട് ഒരു പരിധിവരെ വൈറസിനെ ഇത് പ്രതിരോധിക്കുന്നുണ്ട്. എല്ലാ കീടങ്ങൾക്കെതിരെയുള്ള, അതുകൊണ്ടാണ് കീടനാശിനി ഗോമൂത്ര കീടനാശിനി എന്ന് തന്നെ പറയുന്നത്. പിന്നെ നമുക്കൊരു ഇമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്യാനായിട്ട്, അതായത് ഈ ചെടികൾക്ക് ഇത് ഫംഗിസൈഡിന്റെ ഒരു ഗുണം പ്രോപ്പർട്ടി ഇതിനകത്തുണ്ട്. നമ്മൾ MI പ്രൗഡ് വേണമെങ്കിൽ നമുക്ക് ഇതിനവിടെ അതല്ലെങ്കിൽ എന്തൊരു ഇൻസെക്ടിസൈഡ് ആയിട്ടുള്ള നമ്മുടെ MI സിട്ര ആഡ് ഓൺ ചെയ്യാവുന്നതാണ്. ഇത് രണ്ടുമാണ് നമ്മൾ ആഡ് ഓൺ ഇതിനകത്ത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് പകർത്താൻ നല്ല വെയിറ്റ് ആണ്. കയ്യിലേക്ക് വീഴാണ്ട് നമ്മൾ ശ്രദ്ധിക്കണം. മുഖത്തേക്ക് കൈ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതുണ്ടാവും. അതെ ഇനിയിപ്പോൾ നേരെ നമ്മൾ അടുപ്പിലേക്ക് വെച്ച് ചൂടാക്കണം അല്ലേ? അതെ തിളപ്പിക്കുകയാണ് നമ്മളിത്. അപ്പോൾ തിളപ്പിച്ച് തൂവി തിളച്ച് മറിഞ്ഞു പോകാണ്ടിരിക്കാനായിട്ടാണ്. അപ്പം സുധീരേട്ടൻ ഇതെടുത്ത് നമ്മൾ പണ്ടൊക്കെ കപ്പയും മഞ്ഞളൊക്കെ പാട്ടുന്നതാണ് നായമ്പെന്ന് പറയും. ഇതിനകത്തിരിക്കുന്നത് നമ്മൾ വരാഹപുരം ഉണ്ടാക്കിയ പന്നിയുടെ നെയ്യാണ് ഇരിക്കുന്നത്. അപ്പോൾ അതെടുത്ത് നമ്മളതൊന്ന് ഇളക്കി കൊടുക്കുക. തീ നന്നായിട്ട് ആദ്യം നമുക്ക് അത് കഴിഞ്ഞ് തീ നമ്മൾ കുറയ്ക്കണം, ഇല്ലെങ്കിൽ ഇത് തൂവി
നല്ല പതയായിരിക്കും വരുന്നത്. ഇതാണ് ഇതിന്റെ ഒരു പ്രിപ്പറേഷൻ. എന്നിട്ട് ഇത് ആറാൻ വെക്കും. ആറിക്കഴിഞ്ഞ് നമ്മൾ ഒരു ചില്ലുപറണിയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഭരണിയിലേക്ക് നല്ല പ്ലാസ്റ്റിക് മാറ്റണം. കാരണം പിന്നീട് അതിന്റെ അകത്ത് വെച്ചിരുന്നു കഴിഞ്ഞാൽ ഈ ചെമ്പോലത്തിന് ഓട്ട ഉണ്ടാവും. അത് പറഞ്ഞപ്പോൾ ഓർത്തേ ഈ നമ്മുടെ കെട്ടിതിരുമ്പില്ലായിരുന്നല്ലോ, ഇത് ഈ ഇടയ്ക്ക് കെട്ടിയതാ? അത് കെട്ട് നമ്മുടെ സുഹൃത്ത് അവരെ വന്നു കഴിഞ്ഞപ്പോൾ സുന്ദരേട്ടൻ എല്ലാവരും കൂടെ കൂടിയിട്ട് കെട്ടിയതാണ്, കുട്ടച്ചേട്ടൻ കൂടെ കെട്ടിയതാണ്. അപ്പോൾ നല്ല മനോഹരമാണ്. ഇത് ചുമ്മാ വെറും മോശം കല്ലും കൊണ്ട് തന്നെ ഇത് നമ്മൾ ഈ ഹിറ്റാച്ചി എടുത്ത് കളച്ച അടി കിടന്ന കല്ലെല്ലാം കൂടെ കൂട്ടിയിട്ട് അവരൊന്ന് വെച്ചപ്പോൾ ഇച്ചിരി നമുക്ക് അടുക്കളത്തോട്ടം പോലെ ഇച്ചിരി പച്ചക്കറികളും അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ നമുക്ക് നടാനായിട്ടാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള ഇതൊക്കെ നമുക്കും സ്വന്തമായിട്ട് ഓരോരുത്തർക്കും ഉണ്ടാക്കിയെടുക്കാം. ചിലവ് കുറവുണ്ട്. ഗോമൂത്രമൊക്കെ നമുക്ക് കളക്ട് ചെയ്യാനായിട്ട് ഫാമുകളിൽ, നാടൻ പശുക്കളുടെ ഫാമുകളൊക്കെ ഇപ്പോൾ ധാരാളം ഉണ്ട്, ആളുകളുണ്ട്. പിന്നെ നമുക്ക് ഒരെണ്ണത്തെ വളർത്തിയാലും നമുക്കത് കളക്ട് ചെയ്യാൻ പറ്റും. ആര്യവേപ്പില നമുക്ക് മഴക്കാലം ഒഴിച്ച് ബാക്കി എല്ലാ സമയത്തും നമുക്ക് ആര്യവേപ്പില ലഭ്യമാണ്. തമിഴ്നാട്ടിൽ എപ്പോഴും തന്നെയുണ്ട്. അതുപോലെ തന്നെ വെളുത്തുള്ളി നമുക്ക് ലഭ്യമാണ്. അപ്പോൾ അത് ഉപയോഗിച്ചുകൊണ്ട് ഇതാണ് ഇതിൻ്റെ ഒരു മീഡിയം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് പിന്നെ എക്സ്ട്രാ നമുക്ക് ഇപ്പോൾ തണ്ടുവരപ്പനാണ് കൂടുതലുണ്ടെങ്കിൽ നമുക്ക് കൈപ്പമ്പള്ളയുടെ അത് അരച്ച് ചേർക്കാം. ഇപ്പോൾ ത്രിപ്സാണ് ഇപ്പം കൂടുതലുള്ളത്, കാരണം വള്ളിയൊക്കെ ആയി കഴിയുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ടുണ്ടാകും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ മുളക്, നല്ല എരിവുള്ള മുളക് ചേർക്കും. പ്രത്യേകിച്ച് മാലിമുളകിന് നല്ല എരിവും പോളച്ചിലും കൂടുതലാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ ഈ വീഡിയോ എല്ലാവരും, പ്രത്യേകിച്ച് നമ്മുടെ ഇടുക്കി ഡേയ്സിൻ്റെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.